എന്തുവാടി കാണണേ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ചുമ്മാ ഒരു കൗതുകത്തിനങ്ങ് ചോദിച്ചത്. എൻ്റെ ഫ്രണ്ടിന്റെ ഷോർട്ട് ഫിലിം അവൻ അഭിപ്രായം ചോദിക്കുന്നതിന് മുന്നേ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ കണ്ടിരുന്നത് കുറ്റം പറയാൻ ഞാൻ ഒരാൾ മതി. എനിക്ക് അതിൻ്റെ ആരും സഹായത്തിന്റെ ആവശ്യമില്ല, കേട്ടല്ലോ? അത് മാത്രല്ല, ഇത് ഹൊറർ ഷോർട്ട് ഫിലിമാ. ഇനി ഇത് കണ്ട് രാത്രി നീ പേടിച്ചിട്ട് എനിക്കിട്ട് പണി തരാനാ. നീ അതുകൊണ്ട് പോയേ. എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ പണ്ട് ഓജോപാടൊക്കെ കളിച്ചിട്ടുള്ളതാ. ആണോ? ആ. തള്ളാണ്ടൊന്നും എഴുന്നേറ്റ് പോവോ? തള്ളലൊന്നും അല്ല. അന്നുണ്ടല്ലോ ഇതിന് ഏതിട്ട് നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു. പിന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് പാതിക്ക് വെച്ച് ഉപേക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആണോ? അല്ലെങ്കിൽ അവനവന്റെ കഥയിലെ നായിക അവനവൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു, കേട്ടോ? വല്ല ശല്യം ചെയ്യോണ്ട് പോയേ മോളെ. ഓ, ഇനിയിപ്പോ ഈ ഹൊറർ ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടിട്ട് ഞാൻ സിംബിതേരിക്കണ സർട്ടിഫിക്കറ്റും കൊണ്ട് പറഞ്ഞായിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നത് കാണിക്കാൻ പോകുന്നില്ല. ഇനി അതിന് വേണ്ടി എന്ത് നാടൻ കളിച്ചിട്ട് ഒരു കാര്യമില്ല. എടി, എനിക്കിത് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയാനുണ്ട്. ശല്യപ്പെടുത്താണ്ടിരിക്കുവോ? നിനക്ക് എന്റെ റേഞ്ചിനെ പറ്റി അറിഞ്ഞുകൂടാത്തോണ്ടാ. പോടി. എന്തുവാടി, രണ്ടിനും ഒറ്റയ്ക്കിരുത്ത് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കാര്യം മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ പറയാനൊക്കെ പഠിച്ചോ കൊച്ച്? എന്താ പ്രശ്നം പറ. ഇവളൊരു ഹൊറർ ഷോർട്ട് ഫിലിം കാണുക, അത് എന്നെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചപ്പോ എന്നെ കാണിക്കത്തില്ല പറഞ്ഞു. എനിക്ക് പേടിയാ, ഞാൻ കട്ടിലൊക്കെ കിടന്ന് മുള്ളും എന്നൊക്കെ. അത് അവള് പറഞ്ഞ ശരിയല്ലേടി? പിന്നെ ഞാൻ പണ്ട് ഓജോ ബോർഡൊക്കെ കളിച്ചിട്ടുള്ളതാ. എടി മോളെ, ഓജോ ബോർഡ് എന്ന് പറഞ്ഞത് ധൈര്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഞാൻ പോവാ. അങ്ങനെ പോവല്ലോ മുത്തേ, ഇവിടെ ഇരിക്കും വേണമല്ലേ. ഹലോ, ആടാ. ആ, പിന്നെന്താ? നീ അവിടെ നിൽക്ക്, ഞാൻ വരാം. ശരി. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പവീനൊന്ന് കാണണം. ഞാൻ വരട്ടെ? വേണ്ട, ഞാൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നു. ഞാൻ വേഗം വരാം. നീ പെട്ടെന്ന് പോയിട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. എങ്ങനെയാ ഫുഡിങ്? ഞാൻ കഴിച്ചു. ഞാൻ ഡയറ്റിലാണ് മോളെ. സൺസെറ്റ് കഴിയുന്നതിന് മുമ്പേ ആഹാരം കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടാലും പറയും ഡയറ്റിലാണ്. രാത്രി ഓർഡർ ചെയ്യാനല്ലേ? എടി, ചിലപ്പോ അത് കയ്യിൽ നിന്നൊക്കെ പോവും. വിശപ്പല്ലേ, പറയാനൊന്നും പറ്റൂലത്. എനിക്ക് വിശക്കുന്നുണ്ട്, നിനക്കൊല്ലം വേണോ? എടി, എനിക്ക് അതേപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എന്നാലും കഴിക്കാം. പോട്ടെ, ഞങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ചെല്ലി 2 കൂടി. താഴെ അവളുമാരുണ്ടാവും. ഉപ്പും എല്ലാം കറക്റ്റ് അല്ലേ? പക്ഷേ മുട്ട അടിക്കുമ്പോഴേ പാലും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാ. ആണല്ലേ? എന്നാ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഇളക്കിട്ട് വായിലോട്ടോട് ഒഴിച്ചു തരാം. ഞാൻ വായിലോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നന്നായിരിക്കും. അയ്യടി, ഇതന്നെ ഉണ്ടാക്കി തരുന്ന വലിയ കാര്യം. പെപ്പർ പൗഡർ റെഡി. ആ കബോർഡിനകത്ത് എവിടെയും കാണും. അശ്ശോ, എന്തുവാ വീണെടുക്കാൻ നോക്ക്. നോക്ക്. കടുക്. കടുകാണോ? കടുക് പണി എന്നെ സംഭവിക്കാൻ അറിയോ? കലഹം നടക്കും ഇവിടെ. എടി, അത് വീട്ടിലല്ലേ, ഇത് നമ്മള് താമസിക്കുന്ന ഹോസ്റ്റലിൽ. അങ്ങനെ സംഭവിക്കത്തൊന്നുമില്ല. എങ്ങനെ പോയി കിട്ടുന്നില്ല? എന്റെ ഇരുന്ന് മുട്ട തിന്നോണം, എടുത്ത് വെക്കാനുള്ളൊരു മനസ്സ് കാണിക്കരുത്. ഞാൻ അവിടെ ഇരിക്കുവല്ലേ. ഇതേ, ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോണ്ടല്ലോ, ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഞാനൊരു ഫീച്ചർ എഴുതിയായിരുന്നു. എന്നിട്ടെന്താ അവാർഡ് കിട്ടിക്കാണും അല്ലേ? നിനക്ക് മനസ്സിലായി? ആ തള്ളു കേട്ടപ്പോഴേ മനസ്സിലായി. ബോംബെയിൽ നിന്ന് വാർ തുറന്നാലേ തള്ളായിരിക്കുമല്ലോ. സ്റ്റെഫി, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ തള്ളാണ്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ. കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലേ? അത് സത്യമായതുകൊണ്ട്. ഇതുപോലെ തള്ളല്ല. എനിക്കെങ്ങനെ അറിയാം സത്യമാണെന്ന്? എത്ര എണ്ണം ഉണ്ടാക്കുന്ന? എത്ര എണ്ണം വേണം? അല്ല, എനിക്കൊരു 2 എണ്ണം. ഞാനൊരു 2 ട്രേ പൊരിക്കാന്ന് വിചാരിച്ചത്. അല്ലേ? മുട്ട ഉണ്ടല്ലോ, പിന്നെന്താ? മുട്ട ഉണ്ടെങ്കിലേ വേണോ? അത് 1 മാസത്തേക്കുള്ളതാ വാങ്ങിച്ചാൽ, 1 ദിവസത്തേക്കുള്ളതല്ല. വേണോ? കഴിച്ചോ, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കരിഞ്ഞു പോടി വേണേ. അത് കരിഞ്ഞായിരുന്നോ? കൂടുതൽ പഠിപ്പിച്ചിട്ട് കേട്ടാ. നമുക്ക് പോയിട്ട് പിന്നെ വരാം. ഞങ്ങളെ പഠിച്ചാലും പോകണ്ട, ഞങ്ങളുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. നിങ്ങളെ കണ്ട് എന്ത് പേടിക്കുക? നിങ്ങളെ കണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്താലേ ഞങ്ങൾ വയറിന് പിടിക്കില്ല, അതുകൊണ്ടാ. നിന്റെ നാക്കിന് ഇച്ചിരി നീളം കൂടുതലാ കേട്ടോ. ഞങ്ങളെ കാണുന്നതോടെ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചില്. എന്തോ എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളെ 3 എണ്ണത്തിനെ കാണുമ്പോൾ ഒടുക്കത്തെ ചൊറിച്ചിലാടി. നീ എന്തിനാ ഈ കൊള്ളോട് സംസാരിക്കണേ? ഇത് ഞങ്ങളുടെ മുട്ടയല്ലേ? അയ്യോ, നിങ്ങളുടെ മുട്ടയല്ലേ? അത് കോഴിയിട്ട മുട്ടയാണല്ലോ. ഞങ്ങളുടെ മുട്ടയിൽ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. പേന കൊണ്ടായിരിക്കും. അല്ല, കൊടി കുത്തി. അല്ലടി, അടയാളം ഉണ്ടായിരുന്നു. ആ മുട്ടയുടെ മില്ല് ആദ്യം അന്തർജനം വക എന്നിട്ടുണ്ടായിരുന്നു. എന്താ 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 എന്റെ ഇവിടെ പോണോ?
ഓ നിങ്ങൾ രണ്ട് കുട്ടികളും എപ്പോ കണ്ടാലും ബഹളാണല്ലോ. എന്താ? ഞങ്ങൾ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുന്നു മാഡം. ഇവളുമാര് വെറുതെ വന്നിട്ട് ഓരോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല മാഡം, കള്ളം പറയാ. പോവാതെ ഞങ്ങളെ പിടിച്ചു നിർത്തി ആക്ഷേപിച്ച. എന്തോ ആക്ഷേപിച്ചു? മാഡം ഞങ്ങളുണ്ടല്ലോ എന്തിനാ ഞങ്ങൾ അനാവശ്യം പറയാനെന്ന് ചോദിച്ചപ്പോ വെറുതെ ചൂടാവുക. ഇത് പച്ചക്കള്ള ഇവളുമാര് പറയുന്നു മാഡം. നോണച്ചി നീ പൊടി നോച്ചി. നിങ്ങൾ രണ്ടുപേരും വില മിടുക്കരൊന്നും അല്ല, മനസ്സിലായില്ലേ? എപ്പോ കണ്ടാലും അടി കൂടിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്നാലേ ഇനി ഈ പുറത്തുള്ള ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞ പിന്നെ ഇവിടെ ആരെങ്കിലും കേറുവോ? എനിക്കിവിടെ ബിസിനസ് നടത്തേണ്ടതാ ഇതൊക്കെ. ആ പറഞ്ഞാ മനസ്സിലാവണം. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? അല്ല അറിയാൻ ചോദിക്കുക, എന്തൊരു മക്കളായത്? എന്റെ ദൈവമേ, അല്ല പ്രായമൊക്കെ ഇത്രയൊക്കെ ആയില്ലേ? ഇതിനെയൊക്കെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. മനസ്സിലാക്കിക്കോ. പെട്ടെന്നെല്ലാം കഴിച്ചിട്ട് എല്ലാം അവരവരുടെ റൂമിലേക്ക് ചെല്ലാൻ നോക്ക്. ഓ ഇതിനെയൊക്കെ കല്യാണം കഴിച്ചാ എങ്ങനെയാണോ ചെക്കന്മാർ ജീവിക്കുക? നിനക്ക് നാളേക്ക് ഒരേ പ്രായമല്ലടി. ആടി കഴിഞ്ഞ ആഴ്ച നിന്റെ പെൻഷൻ വാങ്ങിച്ചു വന്നല്ലേ ഉള്ളൂ. എവിടെ പോയി കിടക്കണടേ? അയ്യോ, ഒരു കാര്യം സമയത്ത് വിളിച്ചാൽ വരൂല. നീ ഇവിടെ നിൽക്കായിരുന്നാ? അതുകൊണ്ട് മോൻ പറഞ്ഞത് ഞാൻ കേട്ടു. എന്ത് കേട്ടെന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ആര് പേടിച്ചു? ഞാൻ പേടിച്ചൊന്നുമില്ല. നിനക്ക് തോന്നിയത്? എനിക്ക് പേടിയൊന്നുമില്ല. ആ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞത്? ഒന്നുമില്ല. ചിലപ്പോ പറഞ്ഞാൽ അത് ചെറിയൊരു വേരിയേഷനാ കാണും, അല്ലാതെ കുറ്റം പറഞ്ഞൊന്നും ഇല്ലല്ലോ. പറഞ്ഞ ഇല്ലല്ലോ. ആ പിന്നെ മിണ്ടായി. ആ എന്താ പറയാണ്ടെന്ന് പറഞ്ഞത്? പറയാനല്ല, ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചത്. എന്തുവാ? കുറച്ച് പൈസ നിനക്ക് തരാൻ വേണ്ടിട്ട്. നീ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ലായിരുന്നോ? എടാ ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ല, എന്നാലും അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ അല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കാണ്ടൊന്നും എനിക്ക് തരണ്ട. എനിക്കെന്തോ അങ്ങനെ ഒന്നും ചോദിച്ച ശീലമില്ല. നീ എന്നെ അന്യനായിട്ടാണ് കാണുന്നത് ആണോ? നിനക്ക് പൈസക്ക് അത്യാവശ്യമുണ്ടെന്ന് എനിക്കറിയാം, എനിക്കും അത്യാവശ്യമുണ്ട്. തൽക്കാലം ഇത് പോയി വലിയ ജാട ഇറക്കണ്ട. ആ എനിക്ക് പൈസക്കൊന്നും അത്യാവശ്യമില്ല. അഭിമാന പ്രശ്നം. നിനക്കെന്നത് ജീപ്പേ ചെയ്താ പോരാ? എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? വണ്ടിയാ എന്താ നേരിട്ട് കാണണ്ടേ എനിക്ക്? അതിനല്ലേ വിളിച്ചു ചോദിച്ചത്. ഓ പറയണ്ടേ? ആ പറയണ്ടേ, അറിഞ്ഞൂടെ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോണോടാ. പോട്ടാ ഞാൻ. അതെന്ത് പരിപാടി കാണിക്കുന്നത്? ഞാനിപ്പോ എന്തായാലും ഇവിടെ വന്നില്ലേ, കുറച്ചിട്ട് ഇരുന്നിട്ട് ഇവിടെ വേറൊന്നുമല്ല, ആ ബ്രാഞ്ച് ഒരു പ്രേതം ബാധിച്ച ഒരു വീടിനെ പറ്റി എന്തോ സാധനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ന്യൂസൊക്കെ വിട്ട് പ്രായത്തിന്റെ പുറകെയാ. ഇത് എന്തോ ഒരു ആൾക്ക് പണി കൊടുക്കുന്ന എന്തോ സംഭവത്തിന് വേണ്ടിട്ട്. ലാസ്റ്റ് പണി വാങ്ങിച്ച് വരാണ്ടിരുന്നാ മതി സ്വയം. ആര്? ഞാനാ അത് പണി വാങ്ങിക്കാനാ? പണിയൊക്കെ ബ്രാഞ്ച് ഏറ്റെടുത്തോളൂ, എനിക്ക് എന്നെ ഒന്നും കിട്ടൂല. ഞാൻ പോയിട്ട് വരാം കേട്ടോ. എടാ കുറച്ചേരം കൂടി ഇരുന്നിട്ട് പോടാ. പൈസ തടയേണ്ട കാര്യം ഞാൻ ഇരിക്കൂലേ, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെ? അത്യാവശ്യമായതുകൊണ്ട് പോയിട്ട് വരാം കേട്ടോ. നാളെ വരുമോ? നാളെ വരണം വരുമെന്നല്ലേ പറഞ്ഞ കേട്ടോ. പോടാ, വിളിക്കാം ഞാൻ. ചാരു ഇവിടെ പോയി? ഇവിളെയും കാണുന്നില്ലല്ലോ. അവള് പവിയെ കാണാൻ പോയതല്ലേ, അപ്പൊ ഇച്ചിരി താമസിക്കും. രണ്ടുകൂടെ സൊള്ളിക്കോട്ടെ ഇരിക്കാൻ. എന്താണ് രണ്ടും കൂടി എന്തോ കുനിഷ്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന? അവളുമാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അല്ലല്ലോ, ഞാൻ വന്നപ്പോഴാണല്ലോ ടോക്ക് ഒന്ന് സ്റ്റക്കായത്. സത്യം പറയാടി, എന്തുവാ? ഒന്നുമില്ല. അതൊന്നും ഇല്ല. ഞങ്ങള് നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ഇവള് പറയായിരുന്നേ, നീ പവിയുടെ കൂടെ പോയതല്ലേ, അവന്റെ കൂടെ കൊറേ വർത്താനൊക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പൊ ഞാനില്ലാത്ത ടൈം നോക്കി രണ്ടും കൂടി എന്നെ ട്രോളാന്നല്ലേ പരിപാടി? അങ്ങനൊന്നുമില്ല. ആണോ? ഭക്ഷണം കഴിച്ചാ? ഓ അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്തോറ്റി? ഞങ്ങള് താഴ്ത്തുന്നപ്പോ ആകെ സീന്. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. എന്നിട്ട് പിന്നെ മാഡം വന്നു, പിന്നെ ഞങ്ങള് തിരിച്ചു പോന്നു. ഇതിപ്പോ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അവരെ കൺട്രോൾ എങ്ങനെയെങ്കിലും നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരണം മോളെ. എങ്ങനെ? ഞാനേ പവീനെ കണ്ട് തിരിച്ചു വന്ന വഴിക്കേ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞു. ഇനി നീ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമില്ലേ, ഓച്ചപ്പോട് പറയണേക്ക്. പവിയെ ഇന്നൊരു പ്രേത വീട് ഷൂട്ട് ചെയ്യാൻ പോയേക്കുമായിരുന്നു. അവൻ അത്രയും ധൈര്യോ? എന്തേ? അല്ല എടി സംഭവം നിന്റെ ബോസ് ഇല്ലേ, ആ പുള്ളി എന്തോ ആരോ പേടിപ്പിക്കാൻ എന്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അങ്ങനെ എന്തോ സെറ്റപ്പ് ചെയ്യാൻ പോയതാണ്, അല്ലാണ്ട് ഇത് ഒറിജിനൽ സാധനമൊന്നും അല്ല. അപ്പൊ 2 ദിവസത്തേക്ക് പണിയില്ലാതായി. അത് പേടിക്കണ്ട. ഇതിനിപ്പം ഷൂട്ടും അഭിനയവും ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ ഇടിയും ചവിട്ടും കുത്തും ചികിത്സയും അതിന്റെ ഫോളോ അപ്പ് ഒക്കെ ആയിട്ട് കുറെ സമയം പോവല്ലോ.
ഇത് വല്ല അങ്ങനത്തെ സീരിയസ് ഇഷ്യൂ ഒന്നും ആയിരിക്കില്ല. ഏതെങ്കിലും പ്ലോട്ട് ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വീട് ഒഴിപ്പിക്കാനോ ഇനി അങ്ങോട്ട് ആരും വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഡീലായിരിക്കും. നീ പോയി വളർച്ചേ. ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവം നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ്. എന്ത് സാധനം? എടി നീ പറഞ്ഞ ഓജോ ബോർഡില്ലേ, അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് പ്രേതം ഉണ്ടെന്ന രീതിയിൽ വരെ തീർക്കാം. എന്ത്? എനിക്കറിയാം ഇവളുടെ മുട്ടൻ തള്ളാണെന്ന്. തള്ളും കുള്ളുവൊന്നും അല്ല. ഇതൊന്നും അങ്ങനെ തമാശക്ക് കളിക്കേണ്ട സാധനമൊന്നും അല്ല. രണ്ടും കൂടെ ഒന്ന് നിർത്തോ, നമുക്കിവിടെ പ്രേതത്തിന് വരുത്താം. അതെ, ഞാൻ 2 ദിവസത്തേക്ക് ബോംബെ പോയി നിന്നിട്ട് വരാം, അമ്മേനെ കണ്ടിട്ട് വരാം. ഇപ്പൊ ഇങ്ങോട്ട് ട്രോളിയല്ലേ ഉള്ളൂ. എടി സർട്ടിഫൈഡ് മന്ദ ബുദ്ധികളെ പ്രേതത്തിന് ഒറിജിനലി വരുത്താന്നല്ല. പിന്നെ അയ്യോ, ഒറിജിനലി വരുത്താന്നല്ല. അവിടെ അവൻ ചെയ്തില്ലേ, വരുത്തി തീർത്തില്ലേ, അതേപോലെ നമുക്ക് വരുത്തി തീർക്കാം ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള രീതിയിൽ ഈ ഓജോ കൂടി വെച്ചിട്ട് അങ്ങനെ അവൾമാരെ നമുക്ക് പേടിപ്പിച്ച് നമ്മുടെ കൈവശം നോക്കാം. അതെ, പത്രത്തിൽ കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട് ജേർണലിസ്റ്റ് ആയിട്ട്. പവിയെ കൊണ്ട് ചെയ്യിക്കാനാണോ? നമുക്ക് ചെയ്യാന്നാ ഞാൻ പറഞ്ഞു. ഓജോ ബോർഡ് വെച്ചിട്ട് അങ്ങനെ സെറ്റല്ലേ? എങ്ങനെ ഉണ്ടാവും? നല്ല പ്ലാനൊക്കെ വർക്കൗട്ടായാൽ മതി. വർക്കൗട്ടാവും, കൂടെ നിന്നാ മതി കേട്ടാ. ഞങ്ങളുണ്ട് ഇല്ലടി. ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ കുഴപ്പം? ചുമ്മാ പേടിക്കാതിരിക്കടി. ഇതിപ്പോ നമ്മള് കളിക്കണമെങ്കിൽ 4 പേര് വേണ്ടേ? അതിനൊരാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? അവൾമാരെല്ലാം മേളിലുണ്ട്. എന്തായാലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് കാണുമല്ലോ. ഭരണത്തിനെ പൊക്കാം. എന്തായാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ എല്ലാം കൂടി വന്നോളും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ലാസ്റ്റ് ചെയ്യാതിരുന്നാ മതി. നോക്കാന്നേ. ആഹാ, കൊള്ളാലോ. എന്താ ഉദ്ദേശം? എല്ലാം നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടോ? കണ്ടിട്ട് ഓജോ ബോർഡ് പരിപാടി തോന്നുന്നുണ്ടല്ലോ. തോന്നലല്ല, അതെന്നെയാ. അല്ല, നിങ്ങൾക്ക് എന്താ വട്ടാണോ? പേടിയുള്ളവരെ ഈ പരിസരത്ത് നിൽക്കണ്ട, പോവാൻ നോക്ക് ചെല്ല്. അങ്ങനെ പേടിയുള്ളവരൊന്നും മാറ്റി നിർത്താൻ നോക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ട് വന്നു വരാം. ആണോ? എന്നാലേ അവിടെ നിന്ന് ഡയലോഗ് അടിക്കാണ്ട് ഇവിടെ വന്നിട്ട് കളിക്കും. ചുമ്മാ കിടന്ന് വള സംസാരിക്കുക. നീ ആരാ ഞങ്ങളെ നേരത്തെ ചോദ്യം ചെയ്യാൻ? വാ, നമുക്ക് പോവാം. ആര്യ, വാ പോവാം, വാ. ഇടി നിങ്ങൾ ഇതിനെ പേടിക്കണേ. ഇവളുമാരെ കൊണ്ട് ഒരു ചുപ്പും സംഭവിക്കാൻ പോലില്ല. ആണോ? കൂടല്ല അവിടെ കിടന്ന് തിളയ്ക്കാണ്ടേ പോടി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളിച്ച് കാണിച്ച. എടി വാ ഇങ്ങോട്ട്. എടി നമുക്കൊരു കൈ നോക്കാം. പാ നമുക്ക് പേടിയാന്ന്. വാ. അവളുമാര് പോയി. പണി പാളി. എന്തൊക്കെയായിരുന്നു? ഈഗോ ഹേട്ടാവും, കൊളുത്തും, പിടിക്കും. നിനക്കൊന്നും കാര്യം മനസ്സിലായില്ല. ചൂണ്ടേ കൊത്തൻ്റെ അടുത്ത് തന്നെ കൊത്തിയിട്ടുണ്ട്. എവിടെ? ആര്യാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. നീയേ എണ്ണി തുടങ്ങിക്കോ. നീ 10 എണ്ണുമ്പോഴത്തേക്കും ഇപ്പം എത്തും. 1 2 3 4 5 6 7 8 9 10. ഞാനുണ്ട് കളിക്കാൻ. അവർക്ക് പേടിയാ, പക്ഷെ എന്റെ ധൈര്യത്തിൽ അവരുടെ ഉണ്ടാവും.
കൈ വെച്ചോ. വെക്ക്. ഞാൻ പറയണ പോലെ പറയണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എനിക്ക് മടുത്തു. ഇതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിന് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ചെയ്ത സമയത്ത് അത്ര നല്ല സമയമൊന്നല്ലായിരുന്നു, അതുകൊണ്ട് ആരും വന്നില്ല. ഓ ഇത് സമയം കാലം നോക്കിയിട്ടൊക്കെയാണോ ചെയ്യുന്നത്? ഇരുന്ന് വേറെ ഉറച്ചാലും തള്ളിനൊരു കുറവില്ല. ഞാൻ പോണു. ഇത് അനങ്ങുന്നുണ്ട്. ചാരു ഗുഡ് സ്പിരിറ്റ് വന്നോ? പേരെന്താന്ന് ചോദിക്കട്ടെ? വാട്ട്സ് യുവർ നെയിം? പേരെന്താ? പേരെന്താ? ദിവ്യ, ഒരു ബുക്കും പേനെടുത്തേ.